പക്ഷേ പാലക്കാട് ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം എന്ന യുവനേതാവ് ജയിച്ചിരുന്ന വളരെ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചിരുന്ന സ്ഥലമാണ്. അദ്ദേഹത്തിനെതിരെ ഈ പറയുന്ന പോലെ അലിഗേഷനുകളും അതിനപ്പുറവും ഒക്കെ സംഭവിച്ചിരിക്കുന്ന ഒരു അവസ്ഥ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് അവർക്കൊരു ബിഗ് ബ്ലോ തന്നെയാണ് ആ ചെറുപ്പക്കാരനെ നിർത്താൻ പറ്റാതെ പോകുന്നത്. അപ്പോൾ എൻ്റെ സംശയം രാഹുൽ പറയുന്ന, അതായത് രാഹുൽ നിൽക്കുന്നത് ഷാഫി പറഞ്ഞിട്ടാണ്. പാലക്കാട് ഷാഫിയുടെ സ്വന്തം സ്ഥലമാണ്, പാലക്കാടുകാരനാണ് ഷാഫി. അപ്പോൾ ഷാഫി പറഞ്ഞു രാഹുൽ സ്ഥാനാർത്ഥിയായി, ഇനി രാഹുൽ പറയും മറ്റാരെയെങ്കിലും സ്ഥാനാർത്ഥിയാക്കാൻ. അപ്പോൾ രാഹുൽ പറയുന്ന ആളിനെ ആയിരിക്കുമോ കോൺഗ്രസ് ഇനി അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത്? അതിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കൂടുതലായിട്ട് ഉയർന്നു വരുന്നത്. കാരണം ഇപ്പോൾ രാഹുൽ പൂർണ്ണമായും കുറ്റവിമുക്തനായ നിലയിലേക്ക്, അല്ലെങ്കിൽ 3 കേസിലും ജാമ്യം ലഭിച്ചു. അതിൽ ആദ്യത്തെ കേസിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ജാമ്യം ലഭിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കേസിൽ ജാമ്യം ലഭിച്ചത് തന്നെയും ആ കേസ് ഉള്ളതാണോ അല്ലെങ്കിൽ സംശയമാണ് കോടതിക്ക്, അത് യാഥാർത്ഥ്യമായ കേസ് തന്നെയാണോ, അതോ ആദ്യത്തിൽ അറസ്റ്റ് തടഞ്ഞത് കൊണ്ട് രണ്ടാമത് മനഃപൂർവ്വമായി മാനിപ്പുലേറ്റ് ചെയ്തുണ്ടാക്കിയ ഒരു കേസാണോ എന്നുള്ളത്. പിന്നീട് രാഹുലിനെ കുടുക്കിയത് 3ാമത്തെ കേസാണ്. ബാക്കി 2 കേസിലും രാഹുൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നില്ല. 3ാമത്തെ കേസിൽ കൃത്യമായി പൂട്ടി എന്ന് തന്നെ പറയേണ്ടി വരും. രാഹുൽ ചെയ്ത തെറ്റിന് തന്നെയാണ് കൃത്യമായി രാഹുൽ ശിക്ഷ അനുഭവിക്കുന്നതെങ്കിൽ പോലും അതിനെ അവസരമാക്കാൻ CPM-ഉം കോൺഗ്രസിലെ ചില നേതാക്കന്മാരും കൃത്യമായി ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് രാഹുലിനെ നിർത്തുന്നതിനെ കുറിച്ചുള്ള സജീവ ചർച്ചകൾ വരുന്നുണ്ടെങ്കിൽ പോലും രമേശ് ചെന്നിത്തല പറഞ്ഞു കഴിഞ്ഞു രാഹുലിനെ മത്സരിപ്പിക്കില്ല എന്നുള്ളത്. രമേശ് ചെന്നിത്തലയുടെ മാത്രം അഭിപ്രായമല്ല, മറ്റു പല നേതാക്കന്മാരുടെയും അഭിപ്രായമാണ് ഈ തെരഞ്ഞെടുപ്പിൽ രാഹുലിനെ മത്സരിപ്പിച്ചാൽ BJP-യും CPM-ഉം അത് കൃത്യമായ ഒരു പ്രചാരണ ആയുധമാക്കി തന്നെ ഉപയോഗിക്കുമെന്നുള്ളത്. അതുകൊണ്ട് രാഹുലിനെ മത്സരിപ്പിക്കാൻ സാധ്യതയില്ല. ഒരുപക്ഷെ രാഹുലിനെ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കോൺഗ്രസിലേക്ക് തിരികെ എടുക്കാനും സാധ്യതയുണ്ടാകില്ല. പക്ഷേ പാലക്കാട് രാഹുൽ പറയുന്ന സ്ഥാനാർത്ഥി ആയിരിക്കും ഇനി കോൺഗ്രസിൽ നിൽക്കാൻ പോകുന്നത് എന്നുള്ള അഭ്യൂഹങ്ങൾ വരുന്നുണ്ട്. അതിന് ഏതാണ്ട് യാഥാർത്ഥ്യമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇന്നത്തെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് രാഹുലിനെ അനുകൂലിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. ഒരു സമയത്ത് എതിർത്തിരുന്നവർ പോലും ഈ 3ാമത്തെ ജാമ്യം ലഭിച്ചതോടുകൂടി രാഹുലിനെ അനുകൂലിക്കുന്ന, അല്ലെങ്കിൽ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് മാറ്റേണ്ടിയിരുന്നില്ല, ചെയ്തത് എടുത്തുചാട്ടമായി പോയി, തീരുമാനം തെറ്റിപ്പോയി എന്ന് പാർട്ടിയെ പോലും വിമർശിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. കാരണം ഈ പറയുന്ന വി ഡി സതീശന്റെ നിലപാടുകൾക്ക് ഒപ്പം നിൽക്കുന്ന പാർട്ടിയാണെങ്കിൽ പോലും രാഹുലിന്റെ കാര്യം വന്നപ്പോൾ വി ഡി സതീശനെയും ജനങ്ങൾ തള്ളുന്ന, അല്ലെങ്കിൽ പാർട്ടിക്കകത്തു നിന്ന് പോലും തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി എങ്ങനെയായിരിക്കും? 2026-ൽ രാഹുൽ മത്സരിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം മത്സരിക്കണമെന്നൊരു ആഗ്രഹമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മൾ കണ്ടിരുന്നു പലപ്പോഴായി പലരും പറയുന്നത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ തന്നെ മത്സരിക്കണം, ഞങ്ങൾക്ക് രാഹുലിനെ തന്നെ മതി MLA ആയിട്ട് എന്നുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ പൂർണ്ണമായും രാഹുലിനെ കോൺഗ്രസ് മാറ്റി നിർത്തിയാൽ അത് BJP-ക്ക് ഒരു നേട്ടം തന്നെയായിരിക്കും പാലക്കാട് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് BJP-യെ ജയിപ്പിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ BJP-യെ തോൽപ്പിക്കാൻ രാഹുലിനോടൊപ്പം വളരുന്ന, രാഹുലിനോട് ചേർന്ന് നിൽക്കുന്ന, രാഹുലിന് പ്രീതിയുള്ള ഒരാളെയോ കോൺഗ്രസ് നിർത്തണം എന്നുള്ളത് കോൺഗ്രസിന്റെ ആവശ്യമാണ്. തോൽവി ഏറ്റുവാങ്ങിയാൽ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം എഫക്ട് ചെയ്തു എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അല്ല, അതിനേക്കാൾ ഉപരി രാഹുൽ മാങ്കൂട്ടം ആ സീറ്റ് പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് BJP-യുടെ കയ്യിലുണ്ടായിരുന്ന ഒരു സീറ്റാണത്. അതെ, കൈവെള്ളയിൽ ഇരിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു സീറ്റാണ്. കാര്യം ഷാഫി അവിടെ ജയിച്ചത് തുലവും തുച്ഛം 3000 വോട്ടിനോ മറ്റോ ഒക്കെയാണ്. ആദ്യത്തെ തവണ ജയിച്ചത് പോലും വളരെ കുറച്ച് വോട്ടിനാണ്. രണ്ടാമത് ജയിച്ചത് 3000 മേൽ വോട്ടിനാണ് അദ്ദേഹം ജയിച്ചത്. കാര്യം CPM-ന്റെയും ഒരു കാലത്ത് CPM-ന്റെ കോട്ടയായിരുന്നു പാലക്കാട്. അവിടുന്ന് പിന്നെ അത് BJP പിടിക്കുന്നു. അത് ഇതിന്റെ എല്ലാം മെയിൻ കാരണം എന്ന് പറയുന്നത് CPM അടപടെല്ലാം തകർന്നു വീണ ഒരു ജില്ലയാണ് പാലക്കാട് എന്ന് പറയുന്നത്. പറഞ്ഞോളൂ. അതെ, തീർച്ചയായിട്ടും. ഇപ്പോ BJP കൃത്യമായി തന്നെ, കാരണം ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ പാലക്കാട് തിരഞ്ഞെടുപ്പ് ചിത്രത്തിൽ CPM ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സാധ്യമാകില്ലായിരിക്കും. അതെ, അപ്പോൾ BJP ആണ് പിന്നീട് ഒരു എതിരാളിയായി കോൺഗ്രസിനൊപ്പമുള്ളത്. BJP കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ കട്ടയ്ക്കാണ് നിൽക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മൾ കണ്ടിരുന്നു രാഹുലിന്റെ വിഷയത്തിലൊക്കെ BJP എടുക്കുന്ന നിലപാടുകൾ, പ്രതിഷേധങ്ങൾ, അവർ സംഘടിപ്പിക്കുന്ന സമരങ്ങളെല്ലാം നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ BJP ഇതൊരു ആയുധമാക്കി കൃത്യമായി ഉപയോഗിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനൊരു അവസരം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ ഈ ഒരു പാലക്കാട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു കടമ്പ തന്നെയായിരിക്കും. അതിനുവേണ്ടിയാണ് രാഹുലിനെ പാർട്ടിയിലേക്ക് എടുത്തില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. രാഹുലിനെ പാർട്ടിയിലേക്ക് പൂർണ്ണമായി എടുത്താൽ BJP അത് ഉപയോഗിക്കും. പാർട്ടിയിലേക്ക് എടുത്തില്ലെങ്കിൽ ജനങ്ങളുടെ പ്രീതിക്ക് അനുസരിച്ച് കോൺഗ്രസിന് ഉയരാൻ സാധിച്ചില്ലെങ്കിൽ അത് തിരിച്ചടി സമ്മാനിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ ഷാഫിക്ക് പകരം, അല്ലെങ്കിൽ ഷാഫി രാഹുലിനെ കൊണ്ടുവന്നു, രാഹുൽ ഇനി ആരെ കൊണ്ടുവരും എന്നുള്ളത്, അത് ഈ പറയുന്ന മുതിർന്ന നേതാക്കന്മാരെ കൊണ്ടുവരുമോ എന്നുള്ള സംശയങ്ങൾക്ക് തീർച്ചയായും അവിടെ യുവനേതാക്കളെ എന്ന് പറയുന്ന പഴയ MLA-യുടെ മകൻ സുമേഷ് അച്യുതൻ അവിടെ ഉണ്ട്. അവിടെ നല്ല നേതാക്കൾ വേറെ ചെറുപ്പക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. തീർച്ചയായിട്ടും. പക്ഷേ എല്ലാവരെയും അങ്ങനെ അവിടെ ചെയ്യാൻ സാധിക്കില്ല. കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് നേതാക്കളില്ലാത്ത പാർട്ടി ഒന്നുമല്ല പാലക്കാട്. ഒരിക്കലല്ല. പക്ഷെ പാലക്കാടിനെ സംബന്ധിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പ് അത്രത്തോളം ക്രൂഷ്യൽ. അപ്പോ അതിനനുസരിച്ച് ഒരു
നല്ലൊരു യുവമുഖം അതെ, തീർച്ചയായും ജനങ്ങൾക്ക് അത്രത്തോളം ഇഷ്ടമുള്ള ഒരുപാട് ആളുകൾ, ഒരുപാട് യുവമുഖങ്ങൾ കോൺഗ്രസിനുണ്ട്. അല്ല, അതില് നമുക്ക് നമ്മളൊരു പുറത്ത് നോക്കുന്ന ഒരാളെന്ന രീതിയിൽ ഇപ്പൊ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ഞാൻ എടുക്കാൻ പോയിട്ടുണ്ട്. പാലക്കാട് ജനതയ്ക്ക് രാഹുലിന് അത്ര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ രാഹുലിനോട് അനുകൂലിക്കുന്നവർ നിരവധി ഉണ്ട് എന്ന് പറയുമ്പോൾ രാഹുൽ ആ സ്ഥാനാർത്ഥിയോടൊപ്പം ഒന്ന് സഞ്ചരിച്ചാൽ മാത്രം മതി. രാഹുൽ ആ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം രാഹുൽ കൂടെ നിന്നുകൊണ്ട് പോയാൽ മാത്രം മതി. നമ്മളത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടിരുന്നു. പല സ്ഥാനാർത്ഥികളുടെയും കൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചാരണത്തിന് ഇറങ്ങുന്നത്, പാർട്ടി പറഞ്ഞിട്ട് പോലും അതനുസരിക്കാതെ പ്രചാരണത്തിന് ഇറങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടു. അല്ല, അദ്ദേഹം ഒരു കറകളഞ്ഞ കോൺഗ്രസ് സ്നേഹിയാണ്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് അദ്ദേഹത്തിന്റെ കുടുംബം, അദ്ദേഹത്തിന്റെ കുടുംബം ഒരു കോൺഗ്രസ് കുടുംബമാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആ പറയുന്ന രീതിയിൽ പിന്നെ തെന്നല ബാലകൃഷ്ണപിള്ള എന്ന് പറഞ്ഞിട്ട് പഴയ ഒരു KPCC പ്രസിഡന്റ് ഉണ്ട്. ഈ തെന്നലയുടെ കുടുംബാംഗമാണ്. കൊട്ടാരക്കര അദ്ദേഹത്തിന്റെ നാട്ടിലെ തന്നെ ഒരു വലിയ കോൺഗ്രസ് കുടുംബമാണ്. അപ്പൊ നമ്മൾ പറയുന്ന പ്രസൻസ് എന്ന് പറയുന്ന ഒരു വലിയ ഘടകമാണ്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ, നമ്മൾ പറഞ്ഞിരുന്നു ഒരുപക്ഷെ പാലക്കാട് ഷാഫി വന്ന് മത്സരിക്കാനും സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഒരുപക്ഷെ MP-മാർ മത്സരിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ പാലക്കാട് ഷാഫി ഉണ്ടാകും. നഷ്ടപ്പെടുത്താൻ ഒരിക്കലും കോൺഗ്രസ് തയ്യാറാകില്ല. കാരണം അത് അവരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. പക്ഷേ ഇപ്പോൾ വി കെ ശ്രീകണ്ഠൻ MP ആണ് ഈ പറയുന്ന പോലെ PK ശശിയെയും നമ്മൾ കഴിഞ്ഞ ദിവസം സുരേഷിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ. VK ശ്രീകണ്ഠൻ MP പാലക്കാടത്തെ MP ആണ്. അദ്ദേഹം ഈ പറയുന്ന പോലെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുകൊണ്ട് CPM-നോട് അകന്നു നിൽക്കുന്നവരെ കൊണ്ടുവരാനുള്ള ഒരു തന്ത്രം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തന്ത്രമാണ്, ശ്രീകണ്ഠന്റെ. അപ്പോൾ ശ്രീകണ്ഠൻ എന്ന് പറയുന്ന MP-യും ഷാഫിയും അടങ്ങുന്ന ഒരു സംഘം കോൺഗ്രസിനെ അവിടെ അത്ര കണ്ട് സ്ട്രോങ് ആയിട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ ചിലപ്പോൾ ഷാഫിയെ തന്നെ നിർത്തിക്കൂടായികയില്ല എന്ന് തന്നെ. അതെ, തീർച്ചയായിട്ടും ഷാഫിയെ നിർത്താനുള്ള സാധ്യതകൾ പൂർണ്ണമായും തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഷാഫിയെ അത്രത്തോളം സ്നേഹിക്കുന്ന ആളുകൾ, യുവാക്കൾ ഇന്ന് കേരള സമൂഹത്തിൽ തന്നെയുണ്ട്, പാലക്കാടുമുണ്ട്. യുവാക്കൾ മാത്രമല്ല, എല്ലാവർക്കും അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അതെ, പക്ഷേ ഈ പറയുന്ന ഷാഫിയെ വീണ്ടും അനിശ്ചിതത്വത്തിലാക്കാൻ രാഹുലിനെതിരെ ആദ്യം ആരോപണം ഉന്നയിച്ച റിനി ആൻ ജോർജ് രംഗത്ത് വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഷാഫിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ പറയുന്ന റിനി ആൻ ജോർജ് ഇട്ടിട്ടുണ്ട്. അത് ഷാഫിക്കയോടുള്ള സ്നേഹത്തോടു കൂടിയുള്ള ഒരു ബർത്ത്ഡേ വിഷാണ്. അത് യഥാർത്ഥത്തിൽ ഷാഫിക്ക് എതിരെയുള്ള ഒരു ഒളിയം ാണോ എന്ന് സംശയിക്കുന്ന ഒരു കാര്യങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം രാഹുലിനെ ലക്ഷ്യം വെച്ച് രാഹുലിനെതിരെ വന്ന ഓരോ പരാതിയുടെയും പിന്നിൽ ഷാഫിക്കുള്ള ഒരു അമ്പുണ്ടോ എന്നുള്ളത് പലപ്പോഴായി പലരും ചോദിച്ച ചോദ്യമായിരുന്നു. ഏറ്റവും ഒടുവിൽ വന്ന കേസിൽ പോലും വടകരയിലെ ഫ്ളാറ്റിൽ എന്ന് പറഞ്ഞപ്പോൾ ആ ഫ്ളാറ്റ് ആരുടേത്, അത് ഷാഫിയുടേതാണോ എന്ന് ചോദിച്ച ഒരു കൂട്ടം ആളുകളുണ്ട്. ഷാഫിയെ തകർക്കാൻ വേണ്ടി, ഷാഫിയെ ഇതിനകത്ത് എവിടെയെങ്കിലും ഒന്ന് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾക്ക് റിനിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൃത്യമായി കിട്ടിയ ഒരു വഴി തന്നെയാണ്. അതും ഇനിയിപ്പോൾ CPM-ഉം BJP-യും ഉപയോഗിക്കാനുള്ള സാധ്യതകൾ കാണും. അതൊന്നും ഏശില്ല, ഒരിക്കലും ഏശില്ല. റിനിയുടെ ഒന്നും ഒരിക്കലും ഏശില്ല. പക്ഷേ റിനിയാണ് ഇവിടെ ഈ ഒരു തിരികെ പറഞ്ഞോളൂ. അതെ, റിനിയാണ് ഇവിടെ ഏറ്റവും ഈ പറയുന്ന പടക്കത്തിന് തിരി കൊളുത്തു എന്ന് പറയുന്നത് പോലെ പടക്കക്കടയ്ക്ക് അതൊരു നനഞ്ഞ പടക്കമായി തീരും. പക്ഷെ ഇപ്പോഴും മാധ്യമങ്ങൾ അങ്ങനെ നനഞ്ഞ പടക്കമാകാനാണെങ്കിൽ രാഹുലിനെതിരെ ഓരോ കേസ് വരുമ്പോഴും, രാഹുലിനെതിരെ ഓരോ അപ്ഡേഷൻസ് വരുമ്പോഴും മാധ്യമങ്ങൾ എന്തിന് റിനിയുടെ പുറകെ പോകുന്നു എന്നുള്ളത് വലിയൊരു. പക്ഷെ അത് എന്തുകൊണ്ടെന്നറിയോ, സാമൂഹ്യ മാധ്യമത്തിന് നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ട്. സാമൂഹ്യ മാധ്യമത്തിൽ ഇതുപോലത്തെ പുഴുക്കുത്തുകൾ നിരവധി വന്നു കയറുന്നതുകൊണ്ട് ആ പുഴുക്കുത്തുകളുടെ പുറകെ നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിന്റെ നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ട്. അപ്പൊ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു പണിയും ഒരു കൂലിയും ഇല്ലാതെ കുറെ എണ്ണം ഇങ്ങനെ മേയാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ. ആ മേയ ഇറങ്ങുന്നവർക്ക് എന്തെങ്കിലും പണിയില്ലാതിരിക്കുന്നവർക്കാണ് എന്തെങ്കിലും കിട്ടുമ്പോൾ അതൊരു പണി ആക്കാനായിട്ട് നോക്കുന്നത്, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഈ പറയുന്ന പോലെ ഇതൊന്നും ഏക്കത്തില്ല. നമ്മളീ പറയുമല്ലോ, ഈ കുന്നിന് കാറ്റ് പിടിക്കില്ല എന്ന് പറയും. ഒരു വലിയ കുന്ന് നിൽക്കുമ്പോൾ ആ കുന്നിനെ കാറ്റ് വന്നാൽ ആ കാറ്റ് പിടിക്കില്ല, കാറ്റ് അവിടെ നിന്ന് പോകത്തേ ഉള്ളൂ. ആ ചെറുപ്പക്കാരൻ അത്ര കണ്ട് ജനങ്ങൾക്കിടയിൽ ഇഷ്ടപ്പെട്ടൊരു ആളാണ്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വലിയ നേതാവ് കണ്ടെത്തിയ ഒരു ചെറുപ്പക്കാരനാണ്. ഇപ്പൊ എൻ്റെ രാഷ്ട്രീയം ഹർഷയ്ക്ക് അറിയാം. അതുപോലെ നിരവധി പേർക്ക് മറ്റൊരു രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർക്ക് പോലും. ഇപ്പൊ K. സുധാകരൻ കണ്ണൂർ ജയിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെ കമ്മ്യൂണിസ്റ്റുകാരുടെ എല്ലാം അദ്ദേഹം ജയിക്കുന്നത്. CPM എന്ന് പറയുന്ന പാർട്ടിയിലുള്ളവർ അദ്ദേഹത്തിന് വോട്ട് ചെയ്യും. അപ്പൊ ഈ പറയുന്ന പോലെ ഷാഫി പറമ്പിലിനെ രാഷ്ട്രീയത്തിന് അതീതമായി ജനം ഇഷ്ടപ്പെടുമ്പോൾ പിന്നെ ഇവിടെ ബാക്കി ഇരുന്ന് ഏതെങ്കിലും മാക്രികൾ പോക്കറോം കരയുന്നതെന്നും ഇവിടെ ഗ്രഹണ സമയത്ത് പലരും ഇങ്ങനെ പറയുന്ന പോലെ ശബ്ദം ഉണ്ടാക്കുമെന്ന് പറയും. ഗ്രഹണ സമയത്ത് അല്ലെങ്കിൽ ഞാഞ്ഞൂല് വാല് പൊക്കുമെന്ന് പറയും. അപ്പൊ ഈ ഞാഞ്ഞൂലുകൾ വാല് പൊക്കുന്നതൊന്നും ഇനി ഏശില്ല എന്നു മാത്രമേ നമുക്കിതിൽ പറയാനുള്ളൂ. അതെ, തീർച്ചയായിട്ടും. എന്തായാലും പാലക്കാട് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ്. അവിടെ കോൺഗ്രസ് തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ടി ഒരുപാട് വഴക്കുകൾ അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരുപാട് തർക്കങ്ങൾ ചെറിയ രീതിയിലെങ്കിലും കോൺഗ്രസ് നടക്കുന്നുണ്ട്. നമ്മൾ കണ്ടിരുന്നു പാലക്കാടിന്റെ പല നേതാക്കന്മാരും ആ ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ട് പല നേതാക്കന്മാരും വരുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. പാലക്കാട് മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. പക്ഷേ കോൺഗ്രസിന്റെ തീരുമാനം ഇപ്രാവശ്യം വളരെയധികം നിർണായകമാണ്. അതിനപ്പുറത്തേക്ക് രാഹുലിനെ മാറ്റി നിർത്തി സന്ദീപ് വാര്യരൊക്കെ പാലക്കാട് കറങ്ങുന്നുണ്ട്. അതെ, അതിനുള്ള നമുക്ക് BJP മത്സരിച്ച ഒരു വ്യക്തിയാണ്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ നിന്നും മത്സരിച്ചാലും ഒരുപക്ഷെ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ആര് മത്സരിച്ചാലും രാഹുലിന്റെ ഒരു ബാക്കിൽ നിന്നുള്ള സപ്പോർട്ട് തീർച്ചയായിട്ടും കോൺഗ്രസിന് പാലക്കാട് അനിവാര്യമാണ്. രാഹുൽ കൂടെ ഉണ്ടായാൽ മാത്രമായിരിക്കാം ഒരുപക്ഷെ ഈ ബാക്കി കേരളത്തിലെ ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളെയും മാറ്റി നിർത്തി പാലക്കാട് മണ്ഡലത്തിൽ വിജയിക്കണമെങ്കിൽ രാഹുലിന്റെ ഒരു
ബാക്കിൽ നിന്നൊരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു കൂടെ ഉണ്ടാവൽ വേണം എന്നുള്ളത് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് രാഹുലിനെ സജീവമാക്കാനും കോൺഗ്രസിന് സാധിക്കില്ല. രാഹുലിന്റെ വ്യക്തിബന്ധം കൊണ്ട് വോട്ട് പിടിക്കുക എന്നുള്ളൊരു ലക്ഷ്യം അത് മാത്രമേ സാധിക്കുള്ളൂ. കാരണം അതിനപ്പുറം രാഷ്ട്രീയമായി ഈ പറയുന്ന ഇവരുടെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങുകയാണെങ്കിൽ BJP അത് കൃത്യമായി ഉപയോഗിക്കും. അത് BJPക്ക് നേട്ടം കൊയ്യാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കോൺഗ്രസ് എടുക്കുന്ന തീരുമാനം എന്താണെങ്കിലും ഷാഫിയോ രാഹുലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സന്ദീപ് വാര്യറോ ആരാണെങ്കിലും വിജയസാധ്യത ഉറപ്പുള്ള അല്ലെങ്കിൽ അത്രത്തോളം ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒരു നേതാവിനെ മാത്രമായിരിക്കും നിർത്തുക. ഈ വരുന്ന 2026 മാർച്ചിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിലേക്ക് എടുക്കാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല.